അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ഓണം ഇങ്ങട് എത്തിയില്ലേ, പടിക്കലേക്ക് എത്തി എന്ന് പറഞ്ഞ പോലെ ഇന്ന് ഒന്നാം ഓണമായി. അതായത് ഉത്രാടം. എല്ലാവരും ഉത്രാടപ്പാച്ചിലൊക്കെ കഴിഞ്ഞോ? പക്ഷെ മഴ തന്നെയാണല്ലോ എല്ലായിടത്തും. ന്യൂസിലൊക്കെ കാണാണ്ട് ഇവിടെ അങ്ങനെ തന്നെ ആയിരുന്നു. രാവിലെ ചാറി 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 ഇങ്ങനെ നിൽക്കുന്നു. ഇന്നലത്തെ നല്ല മഴയൊന്നും അല്ലെങ്കിലും ചാറി നിൽക്കുമ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ തന്നെ ചാറുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ തന്നെ ആയിട്ട് ഇപ്പോഴടക്കം നല്ലോണം മൂടിയിട്ട് നിൽക്കുകയാണ്. ഇന്നെന്തായാലും ഉത്രാടമൊക്കെ അല്ലേ, ഒന്ന് ആർഭാടമായിട്ട് വരച്ചിട്ട് ഇടാമെന്ന് കരുതിയ ഞാൻ എന്തായാലും വരച്ചു. അങ്ങനെ കുറച്ച് നേരത്തെ സാഹസികമായ വരയ്ക്ക് പിന്നിൽ ഞാൻ പിന്നീട് പൂവിടാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പൂവിട്ടതിൻ്റെ അവസാനം എന്തായി അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് നിങ്ങൾ അവസാനം വരെ ഇരുന്ന് കാണുക. എൻ്റെ കാര്യത്തിൽ ഫുൾ കോമഡിയാണ്. അതൊക്കെ നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ. ഞാൻ ഓരോ വീഡിയോ ഒക്കെ കണ്ട് പരീക്ഷിച്ചതാണ് കേട്ടോ. ആ പരീക്ഷണം എൻ്റെ കാര്യത്തിൽ 8 നിലയിലല്ല 16 നിലയിലാണ് പൊട്ടിയത്. എന്നാലും കുഴപ്പമില്ല, ഇത് മാറ്റാനുള്ള സമയമൊന്നും തൽക്കാലമായിട്ട് നമുക്കില്ല ഇപ്പോൾ. കാരണം മഴയ്ക്ക് മുമ്പ് നമുക്ക് എഴുന്നേൽക്കണം ഇവിടെ. അതുകൊണ്ട് നമുക്ക് ബാക്കി പരിപാടികളും ഉണ്ട്. അതുകൊണ്ട് വേറെ പരീക്ഷണത്തിനൊന്നും മുതിരാതെ ഞാൻ ഇത് തന്നെ ഇട്ടിട്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇന്ന് തന്നെ എന്തിനാണ് ഞാൻ ഈ പരീക്ഷണം എടുത്തതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇതിന് മുമ്പത്തെ ദിവസങ്ങളിലൊക്കെ പരീക്ഷിക്കാമായിരുന്നു എന്നുള്ളത് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, ഇങ്ങനത്തെ ഓരോരോ പൊട്ടത്തരങ്ങളൊക്കെ എനിക്ക് പറ്റും ഇടയ്ക്കിടയ്ക്ക് എന്നല്ല, പല ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെ. രാവിലെ തന്നെ എൻ്റേതായിട്ടുള്ള കുറച്ച് പരിപാടികൾ, അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ടാണ് ഞാൻ പൂടുന്നത്. പിന്നെ ഡ്രസ്സൊന്നും പുതിയത് ഇട്ടിട്ടില്ല, ഉണ്ട്. പക്ഷേ അത് പൂവിടൽ കഴിഞ്ഞിട്ടിട്ട് മാറ്റുള്ളൂ. കാരണം അതിനിടയിൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ നനയണത് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയി ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഈ വീഡിയോയുടെ ലാസ്റ്റ് തന്നെ എൻ്റെയും ആരുവിൻ്റെയും പുതിയ ഡ്രസ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ എല്ലാവരുടെയും ഓണമൊക്കെ എന്തായി, എല്ലാവരും സദ്യയൊക്കെ ഉണ്ടാക്കിയോ അതോ വാങ്ങിക്കുകയാണോ? ഇവിടെ എന്തായാലും സദ്യയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നാളേക്ക് ഉള്ളതൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇവിടെ എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. തലേ ദിവസം കാളനും അവിയലും അച്ചാറും പുളിയിഞ്ചിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളം. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നുള്ളത് നിങ്ങൾക്ക് തോന്നണതാണ് ഞാൻ വരച്ചത്, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കാരണം നാളെ വൈകുന്നേരമായിരിക്കും നമ്മുടെ വീഡിയോ വരിക. അതുകൊണ്ടാണ് ഇപ്പം തന്നെ പറയുന്നത്, എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം. ബൈ.